15 വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുകയും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീഴിക്കളയും, വെടിവെപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ഇത് ആസാഫ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ആസാഫ് ദാവീദിന്റെ ഗായക സംഘത്തില് പ്രധാനിയായിരുന്നു ആസാഫ്. അങ്ങനെയുള്ള ആസാഫ് തന്റെ ജീവിത യാത്രയില് തനിക്ക് ഒത്തിരി ദാവീദിന്റെ കൂടെ ജീവിച്ച് ഒത്തിരി ജീവിതാനുഭവമുണ്ട്. ആ ജീവിതാനുഭവത്തിൽ നിന്ന് ആസാഫ് പറയുകയാണ്, ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുകയും. നമ്മൾ എന്തിനാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്? ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമുക്ക് എല്ലാം തന്നത് ആരാണ്? ദൈവമാണ്. ആ സൃഷ്ടാവിനെ നമ്മൾ ആരാധിക്കുക, സൃഷ്ടാവിനെ നമ്മൾ മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് ആസാഫ് പറയുകയാണ്, നീ ദൈവത്തെ മറന്ന് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, എന്നെങ്കിലും ദൈവം നമ്മെ കീറിക്കളയും. ദൈവം നമ്മെ കീറിക്കളഞ്ഞാൽ നമ്മുടെ പണത്തിനോ നമ്മുടെ പ്രതാപത്തിനോ നമ്മുടെ ഔദ്യോഗിക മേഖലയിലുള്ള സ്ഥാനമാനങ്ങൾക്കോ നമ്മെ വിടിവിക്കുവാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ ഓർക്കണം. നമ്മൾ എന്തൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴും നമ്മൾ നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ ഓർക്കണമെന്ന് നമ്മൾ ആസാഫ് തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ദാവീദിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ വന്നാല്, ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. ആട്ടിടയനായിരുന്ന ദാവീദിനെ പിതൃഭവനത്തില് ശൗൽ പ്രവാചകൻ വന്നിട്ട് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി അഭിഷേകം ചെയ്യാൻ മക്കളെ എല്ലാം വിളിച്ചപ്പോൾ അപ്പനും അമ്മയും ദാവീദിനെ വിളിക്കുവാൻ മറന്നുപോയി. അങ്ങനെ അപ്പനും അമ്മയും ദാവീദ് പറയാണ്, എന്റെ അപ്പനും അമ്മയും എന്നെ മറന്നു, എങ്കിലും എന്നെ മറക്കാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവം പറയുകയാണ്, ശൗൽ പ്രവാചകൻ ദാവീദ് വന്നിട്ടല്ലാതെ ഇത് അഭിഷേകം നടത്തുകയില്ല. ലോകം നോക്കുമ്പോൾ കഴിവില്ലാത്തവനാണ്, ബുദ്ധിയില്ലാത്തവനാണ്. അങ്ങനെയില്ലാത്ത ദൈവം എന്താണ് നോക്കുന്നത്? ദൈവം നമ്മുടെ ഹൃദയത്തെ തൂക്കി നോക്കുകയാണ്. നമ്മുടെ ഹൃദയത്തില് ദൈവത്തോടുള്ള ഒരു സ്നേഹം, അവനെ എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ എല്ലാവരെയും നോക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. ലോകപ്രകാരം ഒത്തിരി ഡിഗ്രി ഉള്ളവനോ വലിയ ജോലി ഉള്ളവനോ ലോകപ്രകാരം വലിയ സമ്പത്തുള്ളവനോ ഒന്നുമല്ല ബുദ്ധിമാൻ. ദൈവത്തിന്റെ സന്നിധിയിൽ ബുദ്ധിമാൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവൻ, ദൈവത്തെ അന്വേഷിക്കുന്നവൻ. അങ്ങനെയും അന്വേഷിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ എല്ലാം നോക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ വനാന്തരത്തിൽ ഒരുത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. അവന്റെ വീട്ടിൽ ജ്യേഷ്ഠാനിയന്മാരിൽ ഒത്തിരി കഴിവുള്ളവരുണ്ട്. അവരെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ഇവരെ പൊക്കിയെടുത്തിട്ട് രാജ സിംഹാസനത്തിൽ ദാവീദിനെ കൊണ്ട് ഇരുത്തുകയാണ്. അങ്ങനെ ദാവീദ് ഇങ്ങനെ വളർന്ന് വലുതായി എല്ലാ സുഖസൗകര്യങ്ങളും കിട്ടിക്കഴിഞ്ഞപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് ദൈവത്തെ മറന്നു കളഞ്ഞു. അവൻ ഊരിയാവിനെ കൊന്നു. ഊരിയാവിന്റെ ഭാര്യയെ എടുക്കുകയാണ്. അങ്ങനെ ഊരിയാവിനെ കൊന്ന് ഊരിയാവിന്റെ ഭാര്യയെ എടുത്തപ്പോൾ അവൻ എന്ത് ചെയ്തു? ദാവീദ് എന്ത് ചെയ്തു? വന്ന വഴികൾ മറന്നുപോയപ്പോൾ നാഥാൻ പ്രവാചകൻ 2 ശമൂവേൽ 12-ാം അധ്യായത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ വായിക്കുക, നാഥാൻ പ്രവാചകൻ ദാവീദിനെ എടുത്തു പറയുകയാണ്, ആടിന്റെ കഥ പറഞ്ഞിട്ട് പറയുകയാണ്, അവന് 4 ഇരട്ടി പരം കൊടുക്കണം പറഞ്ഞപ്പോൾ പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെ എന്ന് ദാവീദിന്റെ നേരെ നോക്കി നാഥാൻ പ്രവാചകൻ പറയുകയാണ്. ദാവീദിന്റെ 4 മക്കൾ മരിച്ചു പോവുകയാണ്. ദൈവം പറയുകയാണ്, നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ വിട്ടൊഴിയുകയില്ല. ദാവീദന്മാരായ അബ്നോൻ മരിച്ചുപോയി, അബ്സലോം മരിച്ചുപോയി, അദോനിയാവ് മരിച്ചുപോയി, ശലോമോന്റെ അമ്മയായ ബത്ശേബയിൽ ഉണ്ടായ കുട്ടി മരിച്ചുപോയി. അങ്ങനെ 4 മക്കൾ ദാവീദിന്റെ 4 മക്കൾ മരിച്ചു വീഴുകയാണ്. ദാവീദ് കരഞ്ഞ് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നെടുവീർപ്പ് വീഴുകയാണ്. എന്നെ എന്റെ അപ്പനും അമ്മയും മറന്നപ്പോൾ ദൈവം എന്നെ പൊക്കിയെടുത്ത് ഉന്നത സ്ഥാനങ്ങൾ ഇരുത്തി ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ ജീവിക്കാമെന്ന് ഞാൻ ദൈവവുമായി ഉടമ്പടി ചെയ്തതാണ്. ആ ഉടമ്പടിക്ക് ദാവീദ് എന്തുവരുത്തി? ഭംഗം വരുത്തി. ദൈവം പറയുകയാണ്, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീദ്. എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് അവൻ തെറ്റ് ചെയ്തപ്പോൾ അവനെ അടിക്കാതെ ദൈവം പെട്ടില്ല. നമ്മൾ എത്ര സ്നേഹിതനാണെങ്കിലും നമ്മൾ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ദൈവം ശിക്ഷിക്കും, അടിക്കും. പക്ഷേ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതാണ്. പക്ഷേ നമ്മൾ തിരിഞ്ഞു വന്നു എങ്കിൽ ദൈവം നമ്മെ എന്ത് ചെയ്യും?
ചേർത്തുകൊള്ളും. അതാണ് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് കരയുകയാണ്, ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ, ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞപ്പോൾ ദൈവം ആ പാപങ്ങളെ മുഴുവൻ എന്ത് ചെയ്തു? മോചിപ്പിച്ചു. കഴുകിക്കളയുകയാണ്. നീ എന്റെ പാപം രക്താമ്പൽ പോലെ ചുമന്നിരുന്നാലും ഞാൻ ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവമാണ്. നമുക്ക് എത്ര പാപങ്ങൾ നമുക്കുണ്ടെങ്കിലും നമ്മൾ തിരിഞ്ഞു വരുവാൻ നമുക്കൊരു മനസ്സുണ്ടോ? അങ്ങനെ ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ദൈവം അതിൽ നിന്നെല്ലാം നമുക്ക് മോചനം തരും. നമ്മൾ ദൈവമക്കളായി തീർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴൊക്കെ നമ്മൾ പാപം ചെയ്യുന്നുവോ അങ്ങനെ പാപം ചെയ്യരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവത്തിന് ഇഷ്ടം അതാണ്. എപ്പോഴെങ്കിലും നമ്മൾ ദൈവത്തെ മറന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, ഇന്നല്ലെങ്കിൽ നാളെ ദൈവം എന്ത് ചെയ്യും? ദൈവം നമ്മെ അടിക്കും. ആ അടി നമുക്ക് കിട്ടുമെന്ന ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മെ, അത് എത്ര വലിയവനായ ദാവീദായാലും എബ്രാഹാമായാലും മോശയായാലും, മോശ പഴയ നിയമത്തില് ശ്രേഷ്ഠനായ ദേവദാസനാണ് മോശ. മോശയോട് ദൈവം പറഞ്ഞത് അതേപോലെ മോശയോട് ദൈവം പറഞ്ഞത് അതേപോലെ കേൾക്കാതിരുന്നപ്പോൾ മോശയെയും ദൈവം ശിക്ഷിച്ചു. നമ്മൾ ആരാണെങ്കിലും, എത്ര വലിയ മനുഷ്യനാണെങ്കിലും, എത്ര വലിയ പ്രവാചകനാണെങ്കിലും, ആരാണെങ്കിലും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ വിട്ടുമാറിയാൽ ദൈവം എന്ത് ചെയ്യും? ദൈവം നമ്മെ അടിക്കും. പക്ഷെ ദൈവത്തിന് വളരെ വലിയ സ്നേഹമാണ് നമ്മളൊക്കെ. പക്ഷെ ദൈവം ഒരു വഴി നമ്മെ കാണിച്ചു തരുന്നുണ്ട്. ആ വഴിക്കൂടെ മാത്രമേ നമുക്ക് പോകാവുള്ളൂ. അങ്ങനെ നമ്മൾ പോയിരുന്നെങ്കിൽ നമുക്ക് ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരും. 50-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുകയാണ്. ഭൂമി എങ്ങനെയാ വിളിക്കുന്നത്? സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുക. ഭൂമിയെ വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭൂമിയിൽ താമസിക്കുന്ന നമ്മളെയൊക്കെ ദൈവം ചെയ്യാണ്, ദൈവത്തിന്റെ സകല സൃഷ്ടിയെയും ദൈവം ചെയ്യാണ് വിളിക്കുക. സൂര്യൻ ഉദിച്ച അപ്പം മുതൽ സൂര്യൻ അസ്തമിക്കുന്നവരെ ഭൂമിയിലുള്ള നമ്മളെല്ലാവരും എന്ത് ചെയ്യാണ്? ദൈവം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് വിളിക്കുന്നത്? ദൈവത്തിന്റെ വചനങ്ങളെ നമ്മൾ കേൾക്കണം. അവന്റെ വചനം കേട്ട് നമ്മൾ ജീവിക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ദൈവം ഭൂമിയെ വിളിക്കുക. ഭൂമിയെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മുഴുവൻ ജനങ്ങളെയും ദൈവം ഇങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ ദൈവം നമ്മെ വിളിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ട് നമ്മൾ അനുസരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം അങ്ങനെ നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മളെ എന്ത് ചെയ്യും? ദൈവം നമ്മെ കീഴ്ക്കളയുന്ന ദൈവമാണ്. ആ ദൈവത്തിന് എത്ര വലിയ മനുഷ്യനാണ്, മോശയാണെങ്കിലും എബ്രഹാം ആണെങ്കിലും ദാവീദാണെങ്കിലും ആരാണെങ്കിലും ദൈവത്തിന് നോട്ടമില്ല. ദൈവത്തിന്റെ വചനം ആരനുസരിച്ചില്ലെങ്കിലും അവനെ ദൈവം അടിക്കുന്ന ദൈവമാണ്, ശിക്ഷിക്കുന്ന ദൈവമാണ്. പക്ഷേ നമ്മൾ ദൈവത്തോട് ചേർന്ന് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവവുമാണ്. ദൈവം പറയാണ്, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീദ്. ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിനെ ദൈവം അടിച്ചപ്പോൾ ദാവീദിന്റെ 4 മക്കളാണ് മരിച്ചു പോയത്. അമ്നോൻ മരിച്ചു, അബ്സലോം മരിച്ചു, ബത്ശേബയിലുണ്ടായ കുട്ടി മരിച്ചു, അബ്സലോം മരിച്ചു, അമ്നോൻ മരിച്ചു, അദോനിയാവ് മരിച്ചു. അങ്ങനെ 4 പേരെ ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ ഭവനത്തിൽ ഒരു വാള് നിന്റെ ഭവനത്തിൽ നിന്ന് വിട്ടുപോകുകയില്ല. അങ്ങനെ ദാവീദിനെ ദൈവം ശിക്ഷിച്ചു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത യാത്രയിൽ ദൈവത്തിൽ നിന്ന് വിട്ട് മാറിപ്പോയാൽ നമുക്ക് ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം ദുഷ്ടോട് പറയുകയാണ്, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം? എല്ലാവരോടും ദൈവത്തിന്റെ വചനം പറയുവാൻ ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം ദുഷ്ടനോട് പറയുകയാണ്, ആരാണ് ദുഷ്ടൻ? യഹോവയുടെ വചനപ്രകാരം ജീവിക്കാത്തവനെ, അല്ലെങ്കിൽ ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മൗത്യപ്പെടുത്താത്തവനെ ദൈവത്തിന്റെ നോട്ടത്തിൽ അവൻ ആരാണ്? ദുഷ്ടനാണ്. ദൈവത്തെ ദൈവമെന്ന് ഓർത്ത്, സൃഷ്ടാവെന്ന് ഓർത്ത് അവനെ ബോധ്യപ്പെടുത്താത്തവൻ അവൻ ദുഷ്ടനാണെന്നാണ് ദൈവം പറയുന്നത്. ആ ദൈവം പറയുകയാണ്, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും
എന്റെ വചനത്തിൽ നിന്റെ വായെടുപ്പാനും നിനക്ക് എന്ത് കാര്യം? നീ എന്റെ വചനങ്ങളെ പിറകിലെറിഞ്ഞുകൊണ്ട് കളഞ്ഞുവല്ലോ. നീ കള്ളനെ കണ്ടാൽ അവൻ അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൊടുന്നു. നീ ഇതെല്ലാം ചെയ്ത് ഞാൻ കണ്ടാതിരുന്നു. ഞാൻ നിന്നെ പോലുള്ളവരെന്ന് നീ നിരൂപിക്കുകയാണ്. ഞാൻ നിന്നെ കീഴ്ക്കളയും, വെടിയിപ്പാൻ ആരുണ്ടാകുകയില്ല. സ്വോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തും. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിന് സ്വോത്രം അർപ്പിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മെ സൃഷ്ടിച്ച ശ്രദ്ധാവാണെന്ന് നമ്മൾ ഓർത്ത് അവനെ മഹത്വപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യം. അല്ലെങ്കിൽ ദൈവം നമ്മെ കീഴ്ക്കളയും. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയിലുള്ള മുഴുവൻ ജനങ്ങളെയും ദൈവം വിളിക്കുകയാണ്. നാം വചനം നമുക്ക് കേൾക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടോ? ദൈവം പറയുകയാണ്, കാട്ടിലെ സർവ്വമൃഗങ്ങളും അത് എന്റേതാണ്, അതിൽ വയലിലെ പക്ഷികളെല്ലാം അത് എന്റേതാണ്. ഈ യാഗം കഴിച്ച് അതിലൊന്നും ഞാൻ പ്രസാദിക്കില്ല. നീ എനിക്ക് വേണ്ടത് സ്വോത്രയാഗമാണ്. നീ ദൈവത്തിന് സ്വോത്രം അർപ്പിക്കുക, നീ ദൈവത്തിന്റെ വചനം അനുസരിക്കുക, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നീ ജീവിക്കുക. ഇത്രയും നീ ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിന്നിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. നമ്മെ വേലി കെട്ടി സൂക്ഷിക്കുന്ന ദൈവം. യോബിന്റെ പുസ്തകത്തിൽ എന്ന് പറയുന്നു, വേലി കെട്ടി സൂക്ഷിക്കുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് എന്ത് ചെയ്യും? വേലി കെട്ടി സൂക്ഷിക്കും. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ വേലി പൊളിച്ചു കളയുന്ന ദൈവവുമാണ്. വേലി കെട്ടി സൂക്ഷിക്കും, പക്ഷേ നല്ല ഫലം, മുന്തിരി ചക്ക നട്ടു, മുന്തിരി എന്താണ് നല്ല ഫലം കിട്ടുമോ എന്നാണ് ദൈവം നോക്കിയത്. പക്ഷെ കാച്ചതോ കാട്ടുമുന്തിരിയാണ്. അങ്ങനെ കാട്ടുമുന്തിരി കാച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ വേലിയൊന്ന് പൊളിച്ചു കളഞ്ഞു. വേലി പൊളിച്ചു കളഞ്ഞപ്പോൾ അതെല്ലാം മറ്റുള്ള മൃഗങ്ങളെല്ലാം കയറി അത് നശിപ്പിച്ചു കളഞ്ഞു. അപ്പോ നമ്മൾ ദൈവത്തിൽ ഊന്നി നമ്മൾ ജീവിക്കണം എന്ന് ഞാൻ ഓർപ്പെടുത്തുന്നത്.